അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ സഹാബത്തിനോടൊരു കടങ്കഥ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലയോ സഹാബികളെ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറാണ് നിങ്ങളുടെ ശരീരവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നത്. എന്നാൽ നിങ്ങൾ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളുടെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതേതെന്നറിയുമോ? സഹാബത്ത് ഇങ്ങനെ ആശങ്കാകുലരായി നോക്കി നിൽക്കുന്നതിന്റെ ഇടയിലാണ് പരിശുദ്ധ റസൂലിന്റെ തന്നെ മറുപടി, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അത് മരണമാണ്, മരണമാണ്. യാത്രക്കിടയിൽ മരണം, മൗനത്തിനിടയിൽ മരണം, ഇരുത്തത്തിനിടയിൽ മരണം, സംസാരത്തിനിടയിൽ മരണം, കുടിക്കുന്നതിനിടയിൽ മരണം, ഉറക്കുന്നതിനിടയിൽ മരണം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണം. ഒരാഴ്ച മുമ്പാണ് എന്റെ പ്രിയപ്പെട്ട പ്രീതരായ പ്രവർത്തകന്മാരെ പുത്തനത്താണിക്ക് പരിസരത്തുള്ള ഇഖ്ബാൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിനീതനായ ഞാൻ പ്രഭാഷണ പരിപാടിക്ക് വേണ്ടി കടന്നുപോയത്. ആ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗൾഫിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന് പുത്തനത്താണിയുടെ മടിത്തട്ടിലേക്ക് വിമാനമാർഗം പറന്നു വരുന്ന ഒരു സഹോദരൻ, സിദ്ദീഖ് എന്ന പേരുള്ള 38 വയസ്സുള്ള ചെറുപ്പക്കാരനായ സഹോദരൻ, ഈ സൗദി അറേബ്യയിൽ നിന്ന് വിമാനം കയറി കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് ഷാർജയിൽ വിമാനം ഇറങ്ങി രണ്ടാമതൊരു വിമാനത്തിൽ കാലിക്കറ്റ് കരിപ്പൂരി എയർപോർട്ടിലേക്കുള്ള വിമാനം കയറുകയാണ്. ഷാർജ എയർപോർട്ടിൽ വെച്ച് ബന്ധുമിത്രാദികളോട് ഫോൺ വിളിച്ച് പറഞ്ഞു പോയി, ഞാൻ ഷാർജയിൽ എത്തിയിട്ടുണ്ട്, മണിക്കൂറുകൾക്കകം ഞാൻ കരിപ്പൂരിൽ ലാൻഡ് ചെയ്യുന്നതാണ്, എന്റെ വാഹനം നിങ്ങൾ കൊണ്ടുവരണം, ബന്ധുക്കളെ നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ എയർപോർട്ടിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞ സഹോദരൻ ഷാർജയിൽ നിന്ന് രണ്ടാമത്തെ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അത് കരിപ്പൂരിലേക്കുള്ള പ്രയാണത്തിലാണ്. ആകാശഗംഗയുടെ നീലിമയിലൂടെ, ഗഗനവിധാന വീതികളിലൂടെ ഈ വിമാനം നൂറുകണക്കിന് ആളുകളെയും കൊണ്ട് പ്രയാണം ചെയ്യുകയാണ്. 20 മിനിറ്റ്, ആകെ 20 മിനിറ്റാണ് വിമാനം പൊന്തിയിട്ട് ആയിട്ടേ ഉള്ളൂ. ഈ സഹോദരന് നെഞ്ചിടത്തിലൂടെ ഒരു വേദന, അത് കലശലായ വേദന. ഡോക്ടർ വന്നു, ആയുരാരോഗ്യ വിദഗ്ധന്മാര് വന്നു, അടിയന്തരമായി വിമാനം നിലത്തിറക്കണം. ഈ സഹോദരന്റെ അപകടനില തരണം ചെയ്യാൻ സാധിക്കാത്ത ഹൃദയവേദനയാണ്, അറ്റാക്കാണ് കടന്നു വന്നിരിക്കുന്നത്. അടിയന്തരമായി അബുദാബി എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യുകയാണ്. ഉടനെ തന്നെ ആ സഹോദരനെ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോയി. വിനീതനായ ഞാൻ ഇഖ്ബാൽ നഗറിൽ പ്രഭാഷണം നടത്തുന്ന സദസ്സിൽ ആ സഹോദരൻ ഉണ്ടാകേണ്ട സഹോദരനാണ്. അന്ന് പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ സുഹൃത്തുക്കൾ പറഞ്ഞു, ഒരു മിടിപ്പ് മാത്രമാണ് ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത്, അതും യന്ത്ര സംവിധാനത്തിന്റെ സഹായം കൊണ്ട് മാത്രം. ആ സഹോദരൻ മിനിയാന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. കരിപ്പൂരി എയർപോർട്ടിന്റെ 5ാമത്തെ ഒരു ഗേറ്റ് ഉണ്ട്, അത് മൃതദേഹങ്ങളെ കൊണ്ടുവരുന്ന കവാടമാണ്. അത് ബന്ധുമിത്രാദികൾ ചിരിക്കുന്ന കവാടമല്ല, അത് ബന്ധുക്കൾ കരഞ്ഞു പോകുന്ന കവാടമാണ്. ആബാലവൃദ്ധം ജനങ്ങൾ ചിരിക്കുന്നു, ആശുവായി തീരും മരണം മറക്കുന്നു, ആശുപത്രി കട്ടിലാളെ കൈമാറുന്നു, ആംബുലൻസിൻ ബീജി നമ്മെ നടുക്കുന്നു, ആതുരാ ശുശ്രൂഷകർ കൈമലർത്തുന്നു, ആരാരുമറിയാ ശ്മശാനവും പുൽകുന്നു, മാലാഖ വന്നു പിടിച്ചെന്റെ ദേഹിയെ, മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ, പൊട്ടിച്ചിരിച്ചു അനന്തരമാചിരിയെ, പൊട്ടിക്കരയരായി രൂപപ്പെടുന്നതും. അപ്പോഴേക്ക് പള്ളിക്കാട്ടിൽ നിന്ന് മയ്യത്ത് കട്ടിൽ കടന്നു വരികയാണ്. കാലാൾ പട വന്ന് തോളിലേറ്റുമ്പോഴും കാമനും താതനും പരിതപിക്കുമ്പോഴും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ള ഖുർആന്റെ വചനം മറക്കല്ല സോദരാ.